ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഫിസിക്സ് എക്സാമിനായ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പേടി സ്വപ്നമാണ് ഈ NCERT ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാത്സ് എക്സാം കഴിയുമ്പോൾ പലരും എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്, സാർ NCERT എക്സാമ്പിൾസ് കൂടുതലായി ചെയ്യിപ്പിക്കുമോ? തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു NCERT എക്സാമ്പിളുമായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ നിസ്സാരമായ സമയത്ത് നമ്മൾ ആ ചോദ്യം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പോവാണ്. ഇത്തരം ചോദ്യങ്ങളാണ്, അല്ലാതെ വലിയ ഡീറ്റെയിൽഡ് ആയ ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത. ഇത്തരത്തിലുള്ള 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്, സാധ്യതയുള്ളത്. അത്തരം ചോദ്യങ്ങളാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. എന്റെ മക്കൾ തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. റൈറ്റ്, ചോദ്യം ഒന്ന് വൃത്തിയായി വായിക്കണം. ഇൻ ദ ഫിഗർ, ഇവിടെ ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇൻ ദ ഫിഗർ, എ മാസ് ഓഫ് 6 കിലോഗ്രാം ഈസ് സസ്പെൻഡഡ് ബൈ എ റോപ്പ് ഓഫ് ലെങ്ത് 2 മീറ്റർ ഫ്രം ദ സീലിംഗ്. സീലിംഗിൽ നിന്ന് നോക്കടാ, സീലിംഗിൽ നിന്ന് 2 മീറ്റർ നീളമുള്ള റോപ്പ്. സോ ഇവിടെ 1 മീറ്റർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ 1 മീറ്റർ. സോ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് എത്രയാണ് മക്കളെ? 2 മീറ്റർ ആണ്. സോ അതിനകത്ത് നോക്കണം എത്രയാണ് അത് ഹാങ് ചെയ്തു എന്ന് പറയുന്നത്. 6 കിലോഗ്രാം ആണ് അവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. ആ റോപ്പിനകത്ത് 6 കിലോഗ്രാം ഹാങ് ചെയ്തിട്ടുണ്ട്. അത് മാസ് ആണ് നൽകിയിട്ടുള്ളത്. 6 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് ഈക്വൽ എന്താണ്? mg ആണ്. സോ W ഈക്വൽ ടു 6 ഇൻറ്റു എന്ത് എഴുതാം? G നമുക്ക് 10 ആയിട്ട് എടുത്താൽ എത്ര വരും? 60 ന്യൂട്ടൺ. അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? 60 ന്യൂട്ടൺ വന്നിരിക്കുന്നത്. അല്ലാതെ 60 ന്യൂട്ടൺ എങ്ങനെ വന്നു എന്ന തോട്ട് നിങ്ങൾക്ക് വേണ്ട. വളരെ ലളിതമായ കാര്യമാണ്. വെയിറ്റ് ആണ് 60 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. റൈറ്റ്, അടുത്ത ശ്രദ്ധിക്കണം മക്കളെ. A force of 50 Newton is horizontal direction is applied to the midpoint of the P. P എന്ന് പറയുന്ന മിഡ് പോയിന്റിൽ, ആ റോപ്പിന്റെ മിഡ് പോയിന്റിൽ എത്രയാണ്? 50 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ റോപ്പിന്റെ മിഡ് പോയിന്റിൽ എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത, വാട്ട് ഈസ് ദ ആംഗിൾ ദ റോപ്പ് മേക്ക് വിത്ത് ദ വെർട്ടിക്കൽ ഇൻ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വെർട്ടിക്കലുമായി ആ റോപ്പ് എത്ര ഡിഗ്രിയിലാണ് നിൽക്കുക, അല്ലെങ്കിൽ ഏത് ആംഗിൾ ആണ് മേക്ക് ചെയ്യുക എന്നാണ് ചോദ്യം. അഥവാ ഈ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നിസ്സാരമായി മനസ്സിലായോടാ മക്കളെ? സിമ്പിൾ അല്ലടാ. ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കണം. സോ ഒരു 2 മീറ്റർ നീളമുള്ള റോപ്പ് ഉണ്ട്. സോ അതിൽ 6 കിലോഗ്രാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. 6 ഇൻറ്റു 10 അഥവാ 60 ന്യൂട്ടൺ ആയിരിക്കും താഴോട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മിഡ് പോയിന്റിനകത്ത് 50 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്നുണ്ട്. ആ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ആ റോപ്പിന്റെ P എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. റൈറ്റ്, സോ അഥവാ ഈ ഒരു ആംഗിൾ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാം. T1 എന്ന് പറയുന്ന ടെൻഷനെ നമുക്ക് 2 കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലടാ മക്കളെ. സോ ഞാൻ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കമ്പോണന്റും ആക്കി ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. തീറ്റയുമായി ഉണ്ടാക്കുന്ന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അതെപ്പോഴും T1 കോസ്, എല്ലാവർക്കും അറിയാം T1 കോസ് തീറ്റയാണ്. ഈ ഒരു കമ്പോണന്റ് എന്തായിരിക്കും? യെസ്, T1 സൈൻ തീറ്റ ആയിരിക്കും. ഒരു സംശയമില്ലാലോ. ഈ പറഞ്ഞ P എന്ന് പറയുന്ന പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് യാതൊരുവിധ സംശയത്തിന്റെയും ആവശ്യമില്ല. അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാൻ നോക്കടാ. T1 സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 50 ന്യൂട്ടൺ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ T1 കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 60 ന്യൂട്ടൺ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്താൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. എൻ്റെ 2 കൈകളിലൂടെയും ഒരുപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്നിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കില്ല മക്കളെ. അതേ കാര്യം തന്നെയാണ് മുകളിലോട്ടുള്ളതും താഴോട്ടുള്ള ഫോഴ്സും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ വലത്തോട്ടും ഇടത്തോട്ടുള്ള ഫോഴ്സുകൾ സെയിം ആണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിലുള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മളതൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കണം. അഥവാ T1 സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 50 ഈക്വൽ ആയിരിക്കും. സിമിലർ വേ T1 കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 60 ഈക്വൽ ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ? ഒരു തരി സംശയമില്ലാലോ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുവാണ്. ഞാൻ ഈ 2 ഇക്വേഷനും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യട്ടെ. ഇവിടെ തന്നെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. T1 ക്യാൻസൽ ചെയ്തു, 0 പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാണ്? ടാൻ തീറ്റ ഈക്വൽ ടു 5/6 എന്ന് വരും. സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 എത്രയാണ് മക്കളെ? 40 ഡിഗ്രിയാണ്. സോ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 40 ഡിഗ്രി. വൃത്തിയായി ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ? ഏറ്റവും നിസ്സാരമായി ഈ ചോദ്യം നമുക്ക് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഈ ചോദ്യത്തിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ ഉറപ്പായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി ഏത് ചാപ്റ്റർ എന്നുള്ള NCERT ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ആ കാര്യവും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.